കഴിഞ്ഞ ആ, വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചാരംഭിച്ച ആ വിഷയത്തിന്റെ തുടർച്ചയായിട്ട് അല്പസമയം ഇന്ന് പകലും നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. എഫേസ്യർക്ക് അപ്പോസ്തലനായ പൗലൂസ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. 2-ാം വാക്യം, ആ, അതിൻ്റെ ഭാഗം ഞാൻ വിട്ട് അവസാനത്തേക്ക് എന്ന് പറയുകയാണ്. ആമേൻ. ആ വിളിക്കൊത്തവണ്ണം നടക്കുക, വിളിക്കൊത്തവണ്ണം ആമേൻ ജീവിക്കുക, വിളിക്കൊത്തവണ്ണം മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം നടക്കുക, വാക്ക് അക്കോർഡിംഗ് ടു ദ കോളിംഗ്. നമ്മുടെ വിളിക്കൊത്തവണ്ണം നടക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വാക്ക് വർത്തി ഓഫ് ദ കോളിംഗ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ വിളിച്ചു എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം എല്ലാവരും വിളി കേട്ടവരാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ വിളിക്കപ്പെട്ടവർ അനേകർ എന്ന് പറയുമ്പോൾ കർത്താവ് അതിനോട് ചേർത്തൊരു ഉപമ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഒരു രാജാവ് തൻ്റെ മകന്റെ വിവാഹത്തിന് അനേകരെ, പ്രഭുക്കന്മാരായ, കുലീനന്മാരായ, സമൂഹത്തിൽ ഉന്നത നിലവാരമുള്ള തൻ്റെ ബന്ധുക്കളായ, അങ്ങനെ ശ്രേഷ്ഠരായ ധാരാളം പേരെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിച്ചു. എന്നാൽ സമയം അടുത്തു വന്നപ്പോൾ അവർക്ക് റീ ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. സമയം അടുത്തു വന്നിട്ട് ആരെയും കാണുന്നില്ല. തിരക്ക് ആകേണ്ട സമയമായി, പക്ഷെ ആരെയും കാണുന്നില്ല. അദ്ദേഹം ഈ ക്ഷണിക്കപ്പെട്ടവരുടെ അടുക്കലേക്ക് വീണ്ടും തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്, തൻ്റെ സന്ദേശകരെ, മെസ്സഞ്ചേഴ്സിനെ അയക്കുകയാണ്. സാധാരണ നമുക്ക് സാധാരണഗതിയിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ, വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും പ്രാധാന്യം പഠിപ്പിക്കാനായിട്ട് കർത്താവ് വ്യത്യസ്തമായ ഒരു ചിന്ത, സാധാരണ അക്കാലത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹത്തിന് ക്ഷണിക്കപ്പെടുന്ന വിവാഹ സദ്യയുടെ ആ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുകയാണ്. ഇവരുടെ അടുക്കലേക്ക് വീണ്ടും തൻ്റെ ഈ മെസ്സഞ്ചേഴ്സ്, സന്ദേശവാഹകന്മാർ ചെന്നിട്ട്, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു, വിവാഹ സദ്യയും റെഡിയായി, പന്തിക്ക് വരിക, ഭക്ഷണത്തിന് വരിക, നിങ്ങളെ വീണ്ടും വിളിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരോരോരുത്തരും ഓരോ ഒഴികഴിവുകൾ പറയാൻ തുടങ്ങി, എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഞാൻ വയൽ മേടിച്ചു, അത് നോക്കാൻ പോകേണ്ടതുണ്ട്. ഞാൻ കാളയെ മേടിച്ചു, അതിന് നോക്കാൻ പോകേണ്ടതുണ്ട്. അവിടുത്തെ അവരുടെ പ്രസ്താവനകളൊക്കെ രസകരമാണ്. എന്ന് പറഞ്ഞാൽ, സാധാരണ ഈ ലോകത്തിലെ മനുഷ്യർ ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഒഴികഴിവുകൾ, എക്സ്ക്യൂസസ് എന്തൊക്കെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി കർത്താവ് അവിടെയും യുക്തിക്കപ്പുറമായ ഒരു കാര്യം പറയുകയാണ്. സാധാരണ നമ്മൾ ലാൻഡ് മേടിക്കുന്നത് എങ്ങനെ? ചെന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടത്തുന്നത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ എക്സ്ക്യൂസ് പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ ലാൻഡ് മേടിച്ചു, ഇനി അത് നോക്കാൻ പോവുകയാണ് എന്നാ പറയുന്നത്. ഞാൻ കാളയെ മേടിച്ചു, ഇനി അതിനെ നോക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ, ഇങ്ങനെയാണ് യേശു ഇപ്പം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ആത്മീയ ലോകത്ത്, ആത്മീയ ഗോളത്തിൽ കൂട്ടായ്മ പങ്കിടുന്നതിന്, അതുപോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിന്, കർത്താവിന്റെ വേളയിൽ പിന്തുണയ്ക്കുന്നതിനൊക്കെ മനുഷ്യർ പറയുന്ന ഒഴികഴിവുകളെ, എക്സ്ക്യൂസസിനെ ഈ വിധത്തിലാണ് കർത്താവ് കാണുന്നത് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ അനേകർ ക്ഷണിക്കപ്പെട്ടെങ്കിലും ഇവരാരും സദ്യക്ക് വരാത്തത് കൊണ്ട് ഈ യജമാനൻ അല്ലെങ്കിൽ രാജാവ് തൻ്റെ ഇതേ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ തെരുവീഥികളിൽ ചെന്നിട്ട് യാചകരായിട്ടുള്ളവർ, കുരുടന്മാരായിട്ടുള്ളവർ, മുടന്തന്മാരായിട്ടുള്ളവർ, സമൂഹത്തിൽ അപരിഷ്കൃതരായിട്ടുള്ളവർ, അംഗീകരിക്കപ്പെടാത്തവർ, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ച് എൻ്റെ സദ്യക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ ചെന്ന് തെരുവീഥികളിൽ കണ്ടവരെയൊക്കെ വിളിക്കുകയാണ്. രാജാവ് സദ്യ ഒരുക്കി, ക്ഷണിക്കപ്പെട്ടവരൊന്നും വന്നില്ല. എന്നാൽ നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ രാജസദ്യ കഴിച്ചിട്ടുണ്ടോ? രാജകീയ സദ്യ കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി,
ക്ഷണിക്കപ്പെട്ടവർ ക്ഷണം നിരസിച്ച് വരാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ദൈവരാജ്യം യഹൂദന്മാരിൽ നിന്ന് എടുത്ത് ഫലം കായ്ക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്നതിനെ കാണിക്കാൻ കൂടെ ആ ഉപമ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ്, അങ്ങനെ ഒരു വഴി തുറന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ രാജകീയ ഭോജനം രാജാവിന്റെ മേശയിൽ നിന്ന് ഇന്ന് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ആത്മീയ ഭോജനം ഭക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ക്ഷണിക്കപ്പെട്ടവർ ആരും എൻ്റെ സദ്യ അനുഭവിക്കയില്ല എന്ന് രാജാവ് ഉറപ്പിച്ചു പറയുകയാണ്. മാത്രമല്ല അവർക്ക് പിന്നീട് പണിഷ്മെന്റും ഉണ്ട്. അത് വേറെ കാര്യം. ഈ രണ്ടാമത് ക്ഷണം ലഭിച്ചവർ അവരുടെ യോഗ്യത നോക്കിയല്ല ക്ഷണിച്ചത്. ആദ്യത്തവർക്ക് കുറെ യോഗ്യതകൾ പറയാനുണ്ടായിരുന്നു. രാജാവ് സദ്യക്ക് ക്ഷണിക്കുമ്പോൾ ഞങ്ങളുടെ കുലീനത, ഞങ്ങളുടെ പദവി, ഞങ്ങളുടെ സമൂഹത്തിലെ സ്ഥാനം, അങ്ങനെ പലതും നോക്കി എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ വന്നവർക്ക് ഈ യോഗ്യതകളൊന്നും പറയാനില്ല. കൃപ മാത്രം, കൃപ മാത്രം, കൃപ മാത്രം. ദൈവത്തിന്റെ കൃപയാണ് നാം ആയിരിക്കുന്നത് എന്ന് നമ്മളും തിരിച്ചറിയുക. ഇവർ വന്നപ്പോഴേക്കും പറഞ്ഞതുപോലെ ഇവർക്ക് സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാത്തവരാണ്. പക്ഷെ ഇവരൊക്കെ വന്നപ്പോഴേക്കും അവിടെ എഴുതിയിട്ടില്ലെങ്കിലും അവിടുത്തെ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ രാജകീയ ഭോജനത്തിന് വരാനായിട്ട് ഇവർക്ക് അങ്കി കൊടുത്തു, വിലയേറിയ വസ്ത്രം കൊടുത്തു. കല്യാണ വസ്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണ വസ്ത്രം കൊടുത്തു. അപ്പോൾ വധൂവരന്മാർ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഇവരും സദ്യക്ക് വരുന്നവര് ഒട്ടും അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രസന്റബിൾ അല്ലാതിരിക്കരുത്, അതിനുവേണ്ടി കല്യാണ വസ്ത്രം കൊടുത്തു. എന്നാൽ കുറെ നേരം കഴിഞ്ഞ് കല്യാണ സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് നോക്കാൻ വന്നപ്പോ ഒരുത്തൻ ഈ കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ ചിന്ത വന്ന് കാണും, ഈ കല്യാണ വസ്ത്രത്തിനൊക്കെ എന്തോ കാര്യം, ഇതിലൊന്നും വലിയ വിലയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അതിനെ നിസ്സാരവൽക്കരിച്ചു. തനിക്ക് കൃപയാൽ ഈ പദവി ലഭിച്ചിട്ടും ആ പദവിയെയും വിലമതിക്കാത്തവനെ പന്തിക്കകത്തും കാണാനായിട്ട് കഴിയുന്നു. നേരത്തെ ക്ഷണിക്കപ്പെട്ട കുറെ പേർക്ക് ഈ പന്തിയിൽ അവസരം കിട്ടിയില്ല, അവർ പിന്നീട് ശിക്ഷിക്കപ്പെടും. എന്നാൽ കൃപയാൽ അവസരം ലഭിച്ച് അകത്തു വന്നിട്ടും അതിനെ നിസ്സാരവൽക്കരിച്ച് വിവാഹ വസ്ത്രം, കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ പോലെ നമ്മൾ ആകരുത്. നമ്മുടെ അങ്കി സൂക്ഷിച്ചുകൊള്ളണം, അങ്കി കറപറ്റാതെ സൂക്ഷിക്കണം, വിശുദ്ധി കാത്തുകൊള്ളണം, കൃപയിൽ നിലനിൽക്കണം. കാരണം കർത്താവ് ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പോ കുഞ്ഞാടിന്റെ കല്യാണ നാളിൽ വിളിക്കപ്പെട്ട എല്ലാവരും അവരെ കാണത്തില്ല. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഉണ്ടാകത്തുള്ളൂ. നാമും ഇലക്റ്റഡ് വൺസ് ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കാൻ നമുക്ക് കൃപയിൽ നിലനിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളി ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നില്ല. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വിളിയാണ്. അപ്പൊ ആ വിളി തന്നെ ഒരുപാട് സവിശേഷതകളുള്ളതാണ്. ഈ വിളിക്ക് തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. നമുക്കതിൽ ചിലത് ചിന്തിക്കാനായിട്ട് ഈ ദിവസങ്ങൾ സമയം വേർതിരിക്കാം. ഇന്ന് പകലിൽ നമ്മെ വിളിച്ച ആ ദൈവത്തെക്കുറിച്ച്, ആരാ വിളിച്ചത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 Corinthians chapter 1 verse 9. 1-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 9-ാമത്തെ വാക്യം. ഇങ്ങനെ നമ്മൾ കാണുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോ ആരാ വിളിച്ചത്? ദൈവമാണ് വിളിച്ചത്. എവിടേക്കാണ് വിളിച്ചതെന്നൊക്കെ നമുക്ക് അവിടെ കാണാം. എങ്കിലും അതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് നമുക്ക് പിന്നീട് ചിന്തിക്കാം, പ്രാധാന്യമുള്ളതായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മെ വിളിച്ചത് ദൈവമാണ്. വിളിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം, ദൈവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ചിന്തിച്ചാൽ, പഠിച്ചാൽ തീരത്തില്ല. ദൈവം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, അനന്യൻ, നിത്യൻ, ആദ്യവും അന്തവും ഇല്ലാത്തവൻ, അൽഫ ഒമേഗ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ പഠിച്ചു കഴിഞ്ഞാൽ, അതൊന്നും നമ്മുടെ പഠനം ഈ ആയുസ് മുഴുവൻ പഠിച്ചാലും തീരത്തില്ല. ദൈവത്തിന്റെ പ്രത്യേകത മാത്രം നമ്മൾ പഠിച്ചാൽ ആയുസ് മുഴുവൻ പഠിച്ചാലും തീരത്തില്ല. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഫെയ്ത്ത്ഫുൾ എന്ന പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വിളിച്ചത് ആരാണ്? ദൈവമാണ് വിളിച്ചത്.
പ്രൈസ് ദി ലോർഡ്. എവിടേക്കാണ് വിളിച്ചതെന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. സ്തോത്രം. ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമുക്ക് അവിടെ കാണാം. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആമേൻ. എന്നാൽ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, ആ ദൈവത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വിശ്വസ്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. ഈ ഫെയ്ത്ത്ഫുൾ എന്ന വാക്കിന്, അല്ലെങ്കിൽ വിശ്വസ്തൻ എന്ന വാക്കിന് സമാന്തരമായ, അല്ലെങ്കിൽ അതിന് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു അർത്ഥമുള്ള വാക്കാണ് ട്രസ്റ്റ് വർത്തി. ആശ്രയിക്കാൻ യോഗ്യൻ, വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ, ആശ്രയിക്കാൻ യോഗ്യൻ, ട്രസ്റ്റ് വർത്തി, വിശ്വസ്തൻ. നമ്മളെക്കുറിച്ച് വിശ്വസ്തരായിരിക്കാൻ പറയുമ്പോഴും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബി ട്രസ്റ്റ് വർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബി ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ ബി ട്രസ്റ്റ് വർത്തി, ആശ്രയിക്കാൻ കൊള്ളാകുന്നവരായിരിക്കുക ആമേൻ എന്ന അർത്ഥത്തിൽ. ഇവിടെ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു സന്ദേശം കൂടെ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നൽകി തരികയാണ്. ഈ ദൈവം തൻ്റെ വിളിയിൽ അനുതപിക്കുന്നില്ല, തൻ്റെ വിളിയിൽ പശ്ചാത്തപിക്കുന്നില്ല, തൻ്റെ വിളിയിൽ ദൈവത്തിന് സംശയമില്ല. ദൈവം വിളിച്ചത് ഉറപ്പാണ്. നമ്മൾ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും അതിനെക്കുറിച്ച് സംശയം വേണ്ട. കാരണം ദൈവം വിശ്വസ്തൻ, ദൈവം തൻ്റെ വിളിയിൽ വിശ്വസ്തൻ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് കോളിംഗ്. ഹല്ലേലൂയ. എന്നെ ദൈവം കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? എങ്കിൽ പിന്നെ എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, ആമേൻ, അല്ലെങ്കിൽ ആഗ്രഹിച്ചതിന് വിരോധമായി നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഭാരത്തോടെ വരാറുണ്ട്. ചില വേളകളിൽ അതിന് ഫ്യുവൽ ചെയ്തുകൊണ്ട്, അതിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, വിശ്വസിക്കാത്തവർ, രക്ഷിക്കപ്പെടാത്തവരൊക്കെ പറയും, നീ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, നീ ഈ വിളിയുടെ പുറകെ പോയത് കൊണ്ട് ആണ് നിനക്കതെല്ലാം സംഭവിച്ചത്. ഞങ്ങളെ നോക്കിയേ, ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയാ, നിന്റെ വിളിയിൽ സംശയിക്കേണ്ട. ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ദൈവം അറിയാതെ, അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നത്തെ സ്ഥിതികൾ നിന്നെ വിഷമിപ്പിക്കുന്നെങ്കിൽ, വേദനിപ്പിക്കുന്നെങ്കിൽ, ദൈവത്തിന് പറയാനുള്ളത്, നീ വിളിച്ചവനിൽ പൂർണ്ണമായും ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ കൈവിടുകയില്ല. ആ വിളിയിലൊരു ഉദ്ദേശമുണ്ട്, വിളിച്ചതിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കൊത്തവണ്ണം ദൈവം അത് നിവർത്തിക്കും. ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അതിനേക്കാൾ സങ്കടം പകരുന്ന ചില കാര്യങ്ങളുണ്ട്. ചില വേളകളിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ, പറയുന്നവർ തന്നെ നമ്മെ വേദനിപ്പിച്ചെന്നിരിക്കും, അല്ലെ? ഹല്ലേലൂയ. ഹന്നായ്ക്ക് ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആരാ പ്രതിയോഗി? ആമേൻ, പെനിന്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ ഈ പ്രതിയോഗിയെ അവളുടെ ഭവനത്തിനകത്തു തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതിയോഗിയുടെ വാക്കുകൾ അവളെ തളർത്തി, നിരാശപ്പെടുത്തി, കണ്ണുനീർ കടലിലാഴ്ത്തി, പട്ടിണി കിടക്കുവാൻ തക്കവണ്ണം അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. ഹല്ലേലൂയ. ചില വേളകളിൽ നാമും മനസ്സ് തകർന്നു പോകുന്ന ഇതുപോലുള്ള പ്രതിയോഗികളുടെ വാക്കുകളാൽ ഭാരപ്പെടുന്നുണ്ടാകാം. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത് എന്താണെന്നറിയാവോ? ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്തിനായി നാം വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ഹല്ലേലൂയ. ഇനി ഇതിനകത്ത് വേറൊരു ഘടകമുണ്ട്. ഇങ്ങനെയുള്ള പ്രതിയോഗി നമ്മെ കൂടുതൽ പ്രാർത്ഥിപ്പാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ്, അല്ലെ? ഇതുള്ളത് കൊണ്ട് കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമുക്കറിയാം, ആമേൻ, പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാതെ നിലനിൽക്കാൻ പറ്റത്തില്ല, ദൈവകൃപയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നമ്മളെ തിരിച്ചറിയിക്കുന്നത് പലപ്പോഴും ഈ പ്രതിയോഗികളാണ്. അതുകൊണ്ട് പ്രതിയോഗികൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ശത്രുക്കൾ കാണെ ദൈവം മേശയൊരുക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് ശത്രുക്കൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണല്ലോ മേശ ഒരുങ്ങപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അത് വീണ്ടും വീണ്ടും പറയാനായിട്ട് നമുക്ക് കഴിയട്ടെ. ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ, ട്രസ്റ്റ് വർത്തി. ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആശ്രയിക്കാം. എല്ലാം പ്രതികൂലമായാലും ദൈവത്തിൽ ആശ്രയിക്കാം, എല്ലാം എതിരായാലും ദൈവത്തിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. ലോകം മുഴുവനും എതിരായി നിന്നാലും ദൈവത്തിൽ ആശ്രയിക്കാം.
യോസേഫിന് പറയാനുള്ളത്, സ്വപ്നം കണ്ടത് ഇങ്ങനെയൊന്നും അല്ല, കാരാഗ്രഹമല്ല കണ്ടത്, അപമാനമല്ല കണ്ടത്, പേരുദോഷമല്ല കണ്ടത്, പൊട്ടക്കുഴിയല്ല കണ്ടത്, ചങ്ങലയല്ല കണ്ടത്, തടവറയല്ല കണ്ടത്, ഇതൊന്നുമല്ല സ്വപ്നം കണ്ടത്. സ്വപ്നം കണ്ടത് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നെ നമസ്കരിക്കുന്നതാണ്. എന്റെ കറ്റയെ 11 കറ്റകൾ നമസ്കരിക്കുന്നതാണ് സ്വപ്നം കണ്ടത്. പക്ഷെ സംഭവിക്കുന്നത് അതൊന്നുമല്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ പദ്ധതിയിൽ ചില വേളകളിൽ നമ്മുടെ ദർശന പൂർത്തീകരണത്തിന്, സ്വപ്നത്തിന്റെ നിവർത്തിക്ക് പല കാരണങ്ങൾ, പല ഘടകങ്ങൾ മുഖാന്തരമായി ദൈവം ഉപയോഗിക്കുന്നുണ്ടാകാം. ആ വഴികളിൽ പൊട്ടക്കിണർ ഉണ്ടാകാം, ഒറ്റപ്പെടൽ ഉണ്ടാകാം, അപമാനം ഉണ്ടാകാം, പേരുദോഷം ഉണ്ടാകാം, കാരാഗ്രഹം ഉണ്ടാകാം, ചങ്ങലയുണ്ടാകാം, തടവറയുണ്ടാകാം. ഹല്ലേലൂയ. ജീർണിച്ച വസ്ത്രം ധരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. എന്നാൽ അതെല്ലാം ആ രാജപാതയിലേക്കുള്ള വഴികളാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയട്ടെ. ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത് നമ്മൾ കാണുന്നത്, എന്നെ വിളിച്ചത് ദൈവമാണ് എന്നാണ്. 1 തെസ്സലോനിക്കർ 5:24 ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:24 ഇത് തന്നെ, ഇതേ ആശയം തന്നെ, നമ്മെ വിളിച്ച ദൈവം, വിളിച്ചത് ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോ ദൈവം നിവർത്തിക്കുമെന്ന് ഇവിടെ പറയുന്നത് എന്താണ് എന്ന്, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. ഹി വിൽ ഫുൾഫിൽ ഇറ്റ്. ദൈവം അത് നിവർത്തിക്കും എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 23-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ അവിടുന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹി സാങ്ക്ടിഫൈസ് us. അവിടുന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇനി അടുത്ത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പൊ ശുദ്ധീകരണം എവിടെയെല്ലാം നടക്കണം? ആത്മാവിൽ നടക്കണം, പ്രാണനിൽ അല്ലെങ്കിൽ സോളിൽ നടക്കണം, ബോഡിയിൽ, ശരീരത്തിൽ നടക്കണം. ഹല്ലേലൂയ. ശുദ്ധീകരണത്തെക്കുറിച്ച്, സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് വളരെ വിശദമായി തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാവുന്നതുമാണ്. ദൈവം നമ്മെ നീതീകരിച്ചത് തന്റെ ശുദ്ധീകരണത്തിലേക്ക്, ശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ തേജസ്കരണത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ നീതീകരിച്ചത് ശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ തേജസ്കരണത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്താ ഈ നീതീകരണം എന്നുള്ളത്? ഒരു ഗോൾഡിനോടൊന്ന് നമുക്ക് ഉപമിക്കാൻ നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഗോൾഡ് അത് മൈൻ ചെയ്തെടുക്കുമ്പോൾ അത് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്, തനിക്കായി വേർതിരിച്ചെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അംഗീകരിക്കുകയാണ്. ഇതിനെ എനിക്കായിട്ടെന്ന് പറഞ്ഞ് ഗോൾഡിനെ അംഗീകരിക്കുകയാണ്. അതിൻ്റെ പൂർവ്വകാല പശ്ചാത്തലം, അത് ഏത് കുഴിയിൽ കിടന്നു, ഏത് അതിന് ചുറ്റും എന്തൊക്കെ അഴുക്കുണ്ടായിരുന്നു, ഇതൊന്നും വിഷയമല്ല. അതിൽ നിന്നെല്ലാം അതിനെ വേർതിരിച്ച് അംഗീകരിക്കുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ മക്കളായി അംഗീകരിച്ചു. തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മുടെ പാപം മോചിച്ചു. ഇനി നീ പാപിയല്ല എന്ന് പറഞ്ഞ് തൻ്റെ കോടതിയിൽ നമ്മെ നീതിമാനായി പ്രഖ്യാപിച്ചു. അവിടെ നീതീകരണം ആരംഭിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് പൂർണ്ണമായില്ല. ഈ ഗോൾഡിനെ പ്യൂരിഫൈ ചെയ്യും, അതിനെ ഉരുക്കി, അതിലെ ഏതെങ്കിലും കുറവുകൾ, മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അതിനെ 24 ക്യാരറ്റ് ഗോൾഡ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ അതുപോലെ 22 ക്യാരറ്റ് ഒക്കെ ആക്കാനായിട്ട്, അതിലുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റാനായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. ഒന്നുകിൽ അതിനെ തീയിൽ ശോധന കഴിക്കും, അല്ലെങ്കിൽ അതിനെ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഉപയോഗിച്ച് അതിനെ ഉരുക്കി, അതിനെ വേർതിരിച്ച് അതിനെ ശുദ്ധീകരിച്ചെടുക്കും. അത് കുറേ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ, ആ ശുദ്ധീകരണത്തിന്റെ കാലം പൂർത്തിയാകുമ്പോൾ, അതിനൊരു ഗോൾഡ് ബാർ ആയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു ജ്വല്ലറി ആയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തും. അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് അത് എത്തിച്ചേരും. അതിനെ തേജസ്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഹല്ലേലൂയ. ഇതുപോലെ നമ്മെ നീതീകരിച്ചു, തന്നെക്കായിട്ട് വിളിച്ചു, നീതീകരിച്ചു.
നമ്മെ എന്തിനാണ് നീതീകരിച്ചത്? ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. നാം ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹാമേൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഗോൾഡ് ഒരിക്കൽ ജ്വല്ലറി ആക്കപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു. പിന്നെ അത് ഹാമേൻ കാലം കുറേ കഴിയുമ്പോൾ അതിൽ എന്തൊക്കെ പറ്റാം? പല വിധത്തിലുള്ള ചെറിയ ചെറിയ ഹാമേൻ അതൊരു ലോഹമല്ലേ ഹാമേൻ. അപ്പോൾ ആ ലോഹത്തിൽ പലതും പറ്റിപ്പിടിക്കാം. പല സാഹചര്യങ്ങൾ, അതായിരിക്കുന്ന അന്തരീക്ഷം, പല കെമിക്കലുമായിട്ടുള്ള കോണ്ടാക്ട്സ്, ഇതൊക്കെ ആ ഗോൾഡിൽ വീണ്ടും ചെറിയ ചെറിയ മാലിന്യങ്ങൾ പറ്റിപ്പിടിക്കാൻ അതിനകത്ത് ഇഴുകിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും അതിനെ അഴിച്ചു പണിയാറുണ്ട് അല്ലെ? ഗോൾഡിനെ വീണ്ടും അഴിച്ചു പണിയാറുണ്ട്, വീണ്ടും ശുദ്ധീകരിച്ച് അതിനെ വീണ്ടും അടിച്ച് പരത്തി വീണ്ടും അതിനെ തിളക്കമാർന്നതാക്കി മാറ്റാറുണ്ട്. ഇതുപോലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിലും പല കോണ്ടാക്ട്സും, നമ്മളായിരിക്കുന്ന ലോകത്തിലെ പല മലിനതകളും നമ്മുടെ അകത്ത് കയറിക്കൂടാം. എന്നാൽ അതിനെ ദൈവം എന്ത് ചെയ്യുന്നു? പല ശോധനകളിലൂടെ, കഷ്ടതകളിലൂടെ, വചനം പറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ ഒക്കെ നമ്മെ ശുദ്ധീകരിച്ച്, ശുദ്ധീകരണത്തിന് പല മാർഗങ്ങൾ, പല മാനദണ്ഡങ്ങൾ ദൈവം ഉപയോഗിക്കും. ചില വേളകളിൽ അത് ഒറ്റപ്പെടുത്തലായിരിക്കാം, ചില വേളകളിൽ മനം തകരുന്നതായിരിക്കാം, ചില വേളകളിൽ ദൈവവചനം നമ്മെ പിയേഴ്സ് ചെയ്ത് കുത്തി മുറിവേൽപ്പിക്കുന്നതായിരിക്കാം, ചില വേളകളിൽ കഷ്ടതയിലായിരിക്കാം, ചില വേളകളിൽ രോഗമായിരിക്കാം. അങ്ങനെ പല മുഖാന്തരങ്ങൾ, പല കാര്യങ്ങൾ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് നമ്മെ പെർഫെക്ഷനിലേക്ക് നയിക്കുകയാണ്. ഒരു ദിവസം കർത്താവ് വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട് തന്റെ അടുക്കലേക്ക് നമ്മെ ചേർക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോ എവിടെയൊക്കെയായി രൂപാന്തരം നടക്കുന്നത്? ആത്മാവ്, പ്രാണൻ, ദേഹം. കാരണം കർത്താവിന്റെ വരവിങ്കൽ നാം രൂപാന്തരപ്പെടുന്നത് ശരീരം ഉൾപ്പെടെയാണ്. ശരീരത്തിന് തേജസ്കരണം സംഭവിക്കും, രൂപാന്തരം സംഭവിക്കും. ഈ ശരീരം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്, മൺമയമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതിനെ വിൺമയമാക്കി, സ്വർഗീയമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ശുദ്ധീകരണം നടക്കണം. ഈ ശരീരത്തിൽ ശുദ്ധീകരണം നടക്കണം. ഹല്ലേലൂയ. അപ്പോ ദേഹം, ദേഹി, ആത്മാവ്, ആത്മാവ്, ദേഹി, ദേഹം ഒരുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അൺബ്ലമിഷ്ഡായി, ബ്ലെയിംലെസ് അല്ലെ, അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൊട്ടക്ട് ചെയ്യപ്പെടുമാറാകട്ടെ. മേ യു ബി ഗാർഡഡ്, മേ യു ബി പ്രൊട്ടക്റ്റഡ്. ഹല്ലേലൂയ. കാക്കപ്പെടുമാറാകട്ടെ, സംരക്ഷിക്കപ്പെടുമാറാകട്ടെ. അപ്പോ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തൻ. എന്തിന് വിശ്വസ്തൻ? ശുദ്ധീകരിക്കാൻ വിശ്വസ്തൻ. 2, കാക്കുവാൻ വിശ്വസ്തൻ, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വിശ്വസ്തൻ. ശുദ്ധീകരിക്കാൻ വിശ്വസ്തൻ, സൂക്ഷിക്കാൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം ആരാ? വിളിച്ചത് ദൈവമാണ് വിളിച്ചത്. ആ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ഹി ഈസ് ട്രസ്റ്റ് വർത്തി. നമുക്ക് എല്ലാറ്റിലും ആശ്രയിക്കാൻ കൊള്ളാകുന്നവൻ. എന്തെല്ലാം എതിരായി തീർന്നാലും ഭാരപ്പെടാതെ, ഭയപ്പെടാതെ ദൈവത്തിൽ ധൈര്യമായി ആശ്രയിക്കാം. ഹല്ലേലൂയ. പിന്നെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എന്തിനൊക്കെ വിശ്വസ്തൻ? അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ വിശ്വസ്തൻ. അവിടുന്ന് നമ്മെ സൂക്ഷിക്കുവാൻ വിശ്വസ്തൻ, കാക്കുവാൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. പത്രോസിനോട് യേശു പറഞ്ഞു, കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാനായിട്ട് ശത്രുവിനോട് സാത്താൻ അനുവാദം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു. സ്റ്റിൽ ഹി ഇന്റർസീഡ്സ് ഫോർ us on the right hand of God the Father. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇപ്പോഴും നമുക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? കോതമ്പ് പോലെ പാറ്റിക്കളയാനായിട്ട് സാത്താൻ അനുവാദം ചോദിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. 2 കാര്യങ്ങൾ നമുക്ക് ആ വാക്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ പ്രൈമറിലി നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അപ്പോ പാറ്റാതിരിക്കാൻ യേശു പ്രാർത്ഥിച്ചു എന്നാണോ? യേശു മധ്യസ്ഥ ചെയ്തു എന്നാണോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഇല്ല എന്നല്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ ശോധന നമുക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നതുകൊണ്ട് അത് വേണ്ട എന്ന് കർത്താവ് മധ്യസ്ഥ ചെയ്തിട്ടുണ്ടാകാം. അതൊരു സാധ്യത. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട്, കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത്, കോതമ്പ് പോലെ പാറ്റുമ്പോൾ, ഈ കോതമ്പ് പാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പതിരെല്ലാം മാറും. അത് നല്ല മണികളെല്ലാം നേരെ താഴോട്ട് അല്ലെങ്കിൽ അടുത്ത് വീഴും അല്ലെ? അതുപോലെ വിശ്വാസമാകുന്ന കോതമ്പ്
നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അപ്പോൾ തന്നെ പതിരെല്ലാം മാറാൻ, അല്ലെ, കർത്താവ് അപേക്ഷിച്ചു, പിതാവിനോട് അപേക്ഷിച്ചു എന്നതാണ് കുറച്ചുകൂടെ കൃത്യമായ ഒരു ചിന്ത എന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. ഐ മീൻ, സാത്താൻ കോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ അതിന് പല മുഖാന്തരങ്ങൾ. കാറ്റുപയോഗിക്കും, പാറ്റുന്നത് കാറ്റത്താണല്ലോ, കാറ്റുപയോഗിക്കും, പ്രതികൂലത്തിന്റെ കാറ്റ്, പ്രലോഭനത്തിന്റെ കാറ്റ്, അങ്ങനെ പല കാറ്റ് സാത്താൻ ഉപയോഗിക്കുമ്പോൾ വിശ്വാസം പോയി പോകാതിരിക്കാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു. കാറ്റ് വീശിക്കോട്ടെ, പ്രതികൂലം വന്നോട്ടെ, പക്ഷെ ഇതെല്ലാം കഴിയുമ്പോഴും ഇവന്റെ വിശ്വാസം എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ. ഇവൻ കൃപയിലുണ്ടായിരിക്കണം. കാക്കുന്ന കർത്താവ്, ആമേൻ, കാക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ കർത്താവ്. ഇത് പകലിൽ നമ്മുടെ വാക്കുകൾ, ആമേൻ, നമുക്കിവിടെ ഉപസംഹരിച്ചുകൊണ്ട് ദൈവത്തിൽ നമ്മെ സമർപ്പിക്കാം. ആരാ വിളിച്ചത്? ദൈവം. ആ വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകത, അവിടുന്ന് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്.